വഖഫ് സ്വത്തുക്കൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമായി 19-ന് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഹാളിൽ വഖഫ് ബോർഡിന്റെ സഹകരണത്തോടെ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ വൈകുന്നേരം 3 മണിവരെയാണ് ക്ലാസ്. കൈവശമുള്ള എല്ലാ രേഖകളും ഡിസംബർ 6-ാം തീയതിക്ക് മുമ്പായി കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉത്തരവ്. അല്ലാത്ത പിടിച്ചെടുക്കൽ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകും. നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന പള്ളിസ്ഥലങ്ങളും ഖബർസ്ഥാൻ മറ്റ് സ്ഥാപനങ്ങളും രേഖകളുടെ അഭാവത്തിൽ നഷ്ടപ്പെടാൻ ഇടവരും. സൂക്ഷ്മതയ്ക്കായി വഖഫ് ഭാരവാഹികൾ സ്വീകരിക്കേണ്ട നടപടികൾ, പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട രീതി, അതിന്റെ സാങ്കേതിക പരിജ്ഞാനം എന്നീ വിഷയങ്ങളാണ് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. മതരാഷ്ട്രീയ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച് മുത്തവല്ലിമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും വഖഫ് നാദിർമാരുടെയും സമ്മേളനം കോഴിക്കോട് വലിയകാലി പാണക്കാട് നാസിർ അബ്ദുൽ ഹയ്യ് ശിഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ വഖഫ് സംരക്ഷണം മഹല്ലിന്റെ ബാധ്യത എന്ന വിഷയത്തിൽ സംസാരിക്കും. പോർട്ടൽ അപ്ലോഡിംഗ് സാങ്കേതിക പരിശീലനം എന്നതിനെക്കുറിച്ച് മുൻ വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസർ എം റഹ്മത്തുള്ള വിശദീകരിക്കുന്നതും മഹല്ല് ഭാരവാഹികളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. അബ്ദുൽ ഖാദർ കാരന്തൂർ, കുട്യാമു ഹാജി, എം കെ ഇസ്മായിൽ, അഷ്റഫ് ഒളവട്ടൂർ, ഫൈസൽ കൊല്ലോളി, കെ പി ഇസ്മായിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.